ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഓരോ പുസ്തകങ്ങളെയും ആഴത്തിൽ മനസ്സിലാക്കാനും പഠിക്കാനും നാം എവരെയും സഹായിക്കുന്ന ഈ തിരുവചന പഠന പരമ്പരയിലേക്ക് ഗുഡ്നെസ് ടിവിയുടെ മാന്യ പ്രേക്ഷകരായ നിങ്ങൾക്കേവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. മക്കബായരുടെ ചരിത്രത്തിലൂടെ നാം പ്രയാണം ചെയ്യുകയാണ്. മക്കബായരുടെ ചരിത്രം സത്യത്തിൽ നിരന്തരമായ സംഘർഷങ്ങളുടെ, യുദ്ധങ്ങളുടെ ചരിത്രം കൂടെയാണ്. യഹൂദ വിശ്വാസത്തെ, യഹൂദരുടെ വിശ്വാസപരമായ സംഹിതകളെ, യഹൂദൻ്റെ അസ്തിത്വത്തെ തന്നെ നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ യമന സാമ്രാജ്യത്തിൻ്റെ ഭാഗമായ സെലൂസിഡ് വിഭാഗം യഹൂദർക്ക് എതിരെ നടത്തിയ നീക്കങ്ങളെ മക്കബായർ യൂദാസ് മക്കബേയൂസിൻ്റെ നേതൃത്വത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും ഇത് സംഘർഷങ്ങളുടെ ഒരു കാലമാണ്. സെലൂസിഡ് രാജവംശം തന്നെ അവരുടെ പ്രഗത്ഭരായ സൈന്യാധിപന്മാരെ അയച്ച്, മുന്നണി പോരാളികളെ അയച്ച്, സൈന്യത്തെ അയച്ച് മക്കബായർക്കെതിരെ നിരവധി പടയോട്ടങ്ങൾ ഇതിനകം നടത്തിക്കഴിഞ്ഞു. ഇപ്പോഴിതാ നിക്കാനോർ എന്ന ഒരു പ്രഗത്ഭനായ സൈന്യാധിപനെ പുതിയ രാജാവ് ദെമിത്രിയൂസ് യൂദായിലേക്ക് അയച്ചിരിക്കുകയാണ്. ഒറ്റ ലക്ഷ്യം മാത്രമാണ് നിക്കാനോറിനുള്ളത്: യൂദാസ് മക്കബേയൂസിനെ പൂർണ്ണമായി വധിക്കണം, മക്കബായ വിപ്ലവത്തെ പൂർണ്ണമായും തകർക്കണം. യൂദാസ് മക്കബേയൂസ് എന്ന ധീരനായ പോരാളിയെ വധിച്ച് മക്കബായരെ മുഴുവൻ കൊന്നൊടുക്കി യൂദായെ കൈപ്പിടിയിലാക്കുക എന്ന ലക്ഷ്യവുമായി നിക്കാനോർ ഒരു യുദ്ധത്തിനായിട്ടിതാ ഒരുങ്ങുകയാണ്. യുദ്ധത്തിന് ഒരുങ്ങുന്നതിന് തൊട്ട് മുൻപ് അദ്ദേഹം കോപാക്രാന്തനായി ജെറുസലേം ദേവാലയത്തിൻ്റെ അങ്കണത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. ജെറുസലേം ദേവാലയത്തിൻ്റെ അങ്കണത്തിലേക്ക് കടന്നു വന്ന നിക്കാനോറിനെ അങ്ങേയറ്റം ആദരവോടും സൗഹൃദ മനോഭാവത്തോടും കൂടെ സ്വീകരിക്കാനായി പുറത്തു വന്ന പുരോഹിത ശ്രേഷ്ഠരെയും ജനപ്രമാണികളെയും അയാൾ അവിടെ വെച്ച് നിന്ദിച്ചു. അതിനുശേഷം ഒരു വെല്ലുവിളി നടത്തി: ഇപ്പോൾ ഞാനിതാ ഒരു യുദ്ധത്തിലേക്ക് പോകുന്നു. ഈ യുദ്ധത്തിൽ യൂദാസ് മക്കബേയൂസിനെയും മക്കബായരെയും കൊന്നൊടുക്കാൻ, തകർക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ ഞാൻ തിരികെ ഇവിടേക്ക് വരും. നിങ്ങളുടെ ഈ ദേവാലയം, ജെറുസലേം ദേവാലയം ഞാൻ അഗ്നിക്കിരയാക്കും, തീ വെച്ച് നശിപ്പിച്ച് കളയും എന്ന ഒരു വെല്ലുവിളിയും ഉയർത്തിയിട്ടാണ് നിക്കാനോർ ഈ യുദ്ധത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഈ സമയം ദേവാലയത്തിൽ പ്രാർത്ഥനാ നിരതരാവുകയാണ് പുരോഹിതന്മാർ. കാരണം ഇനി കർത്താവ് മാത്രമാണ് അവർക്ക് ആശ്രയമായിട്ടുള്ളത്. നിക്കാനോർ നടത്തുന്ന ഈ സൈനിക നീക്കത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് മക്കബായരുടെ 1-ാം പുസ്തകത്തിൻ്റെ 7-ാം അധ്യായം 39 മുതൽ 50 വരെയുള്ള ദീർഘമായ വചനഭാഗത്ത് ഒന്ന് വായിച്ച് മനസ്സിലാക്കാം. സാധിക്കുമെങ്കിൽ നിങ്ങളും എന്നോടൊപ്പം വിശുദ്ധ ഗ്രന്ഥം ഒന്ന് കയ്യിലെടുക്കുക. ദീർഘമായ ഒരു വചനഭാഗമാണ്, നമുക്കതൊന്ന് ഒരുമിച്ച് വായിച്ച് തീർക്കാം. നിക്കാനോർ ജെറുസലേമിൽ നിന്ന് ബേത്ത് ഹോറോണിലെത്തി പാളയമടിച്ചു. സിറിയൻ പട്ടാളം അവനോട് ചേർന്നു. യൂദാസ് 3000 സൈനികരോട് കൂടെ അദാസായിലും പാളയമടിച്ചു. അവൻ പ്രാർത്ഥിച്ചു:
ഒരിക്കൽ രാജദൂതന്മാർ ദൈവദൂഷണം പറഞ്ഞപ്പോൾ അവിടുത്തെ ദൂതൻ 185,000 അസീറിയക്കാരെ വധിച്ചുവല്ലോ. അതുപോലെ ഇന്ന് ഈ സൈന്യത്തെ ഞങ്ങളുടെ മുൻപിൽ വെച്ച് നശിപ്പിക്കുക. നിക്കാനോർ അവിടുത്തെ ആലയത്തിനെതിരായി ദൂഷണം പറഞ്ഞുവെന്ന് എല്ലാവരും അറിയട്ടെ. അവൻ്റെ ദുഷ്ടതയ്ക്കനുസൃതമായി അവനെ വിധിക്കണമേ. ആദാർ മാസം 13-ാം ദിവസം ഇരു സൈന്യവും ഏറ്റുമുട്ടി. നിക്കാനോറിൻ്റെ സൈന്യം പരാജയമടഞ്ഞു. അവൻ തന്നെയാണ് ആദ്യം നിലം പതിച്ചത്. നിക്കാനോർ കൊല്ലപ്പെട്ടത് കണ്ടപ്പോൾ സൈന്യം ആയുധങ്ങൾ ഉപേക്ഷിച്ച് ഓടിപ്പോയി. അദാസായിൽ നിന്ന് ഗസാറ വരെ ഒരു ദിവസത്തെ ദൂരം യഹൂദർ അവരെ പിന്തുടർന്നു. അപ്പോഴും യുദ്ധകാഹളം മുഴക്കിക്കൊണ്ടിരുന്നു. ചുറ്റുമുള്ള ഗ്രാമങ്ങളിൽ നിന്ന് ജനങ്ങൾ പുറത്തു വന്ന് ഓടിപ്പോയ ശത്രുക്കളെ തടഞ്ഞ് അവനെ അനുധാവനം ചെയ്തിരുന്നവരുടെ നേരെ തിരിച്ചോടിച്ചു. അങ്ങനെ അവരെല്ലാവരും വാളിനിരയായി. ഒരുവൻ പോലും ശേഷിച്ചില്ല. യഹൂദർ അവരെ കൊള്ളയടിച്ചു. നിക്കാനോറിൻ്റെ ശിരസ്സും അവൻ ധിക്കാരപൂർവ്വം നീട്ടിയ വലത്തു കൈയും ഛേദിച്ച് ജെറുസലേമിന് തൊട്ടു വെളിയിൽ കൊണ്ടുവന്ന് പ്രദർശനത്തിന് വെച്ചു. ജനങ്ങൾ ആനന്ദ തുന്തിലിതരായി. ആ ദിവസം അവർ ആഹ്ലാദപൂർവ്വം കൊണ്ടാടി. ആണ്ടുതോറും ആദാർ മാസം 13-ാം ദിവസം ഇതിൻ്റെ ഓർമ്മ ദിനമായി ആഘോഷിക്കണമെന്ന് അവർ നിശ്ചയിച്ചു. അങ്ങനെ യൂദാദേശത്ത് കുറേ കാലത്തേക്ക് സ്വസ്ഥത കൈവന്നു. നിക്കാനോറിൻ്റെ മരണത്തിന് കാരണമായ യുദ്ധത്തിൻ്റെ വിവരണമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. നിക്കാനോർ വലിയ ഒരു സൈന്യവുമായിട്ടാണ് മക്കബായരെ നേരിടാനായിട്ട് പുറപ്പെടുന്നത്. അതിൻ്റെ ഭാഗമായി അയാൾ സിറിയൻ സൈന്യത്തിൽ നിന്നും സഹായം തേടുന്നുണ്ട്. സേനയുടെ അംഗബലവും ആയുധബലവും സാധിക്കുന്നത്ര വർദ്ധിപ്പിച്ചു. അതേസമയം മക്കബായർ എണ്ണത്തിൽ അങ്ങേയറ്റം ചെറുതായിരുന്നു. കേവലം 3000 സൈനികരോട് കൂടെയാണ് യൂദാസ് ഈ യുദ്ധത്തെ അഭിമുഖീകരിക്കുന്നത്. സൈനികരുടെ എണ്ണം നോക്കിയാൽ, സൈനിക ബലം നോക്കിയാൽ, ആയുധങ്ങളുടെ ശേഖരവും ബലവും നോക്കിയാൽ യൂദാസും കൂടെ ഉണ്ടായിരുന്ന 3000 പേരും ഏതാനും നിമിഷങ്ങൾക്കിടയിൽ കൊല്ലപ്പെടും. ഈ സമയം യൂദാസ് മക്കബേയൂസ് പ്രാർത്ഥനാനിരതനാവുന്നത് നമുക്ക് കാണാം. ഇതിനു മുൻപ് ഓരോ ഭീഷണിയുടെ സമയത്തും പ്രാർത്ഥിച്ചതുപോലെ, തൻ്റെ പതിവ് പോലെ പ്രാർത്ഥനയിലൂടെ യൂദാസ് ഒരു പടയൊരുക്കം നടത്തുകയാണ്. ചരിത്രം ഓർത്തെടുത്തുകൊണ്ട് ദൈവമായ കർത്താവിൻ്റെ തിരുമുമ്പിൽ കടന്നു വന്ന് ചരിത്രം ഓർത്തെടുത്തുകൊണ്ട് യൂദാസ് മക്കബേയൂസ് പ്രാർത്ഥിക്കുന്നു. അയാൾ പറയുകയാണ്, ഒരിക്കൽ രാജദൂതന്മാർ ദൈവദൂഷണം പറഞ്ഞപ്പോൾ അവിടുത്തെ ദൂതൻ 185,000 അസീറിയക്കാരെ വധിച്ചുവല്ലോ. ഏതാണ് ഈ ചരിത്രം? നമുക്കറിയാം, ചരിത്ര പുസ്തകങ്ങളിൽ നമ്മൾ ഇതിനകം കണ്ടു കഴിഞ്ഞതാണ്. അസീറിയക്കാർ സെന്നാകെരീബ് എന്ന രാജാവിൻ്റെ നേതൃത്വത്തിൽ BC 701 ദേവാലയത്തെ, ജെറുസലേം ദേവാലയത്തെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ ദൈവം ഇടപെടുകയും ദൈവത്തിൻ്റെ ദൂതൻ അവരുടെ സൈനിക കൂടാരങ്ങളിൽ കടന്നു ചെന്നവരെ വെട്ടിവീഴ്ത്തുകയും ചെയ്ത ചരിത്ര സംഭവം നമ്മൾ ഓർക്കുന്നുണ്ട്. അനേകം അസീറിയക്കാർ അന്ന് മരിച്ചു വീണു. ഇസ്രായേല്യർക്ക് വേണ്ടി, അവരുടെ ദേവാലയത്തിന് വേണ്ടി ദൈവം പടപൊരുതിയ ചരിത്ര സംഭവം ഓർത്തെടുത്തുകൊണ്ട് യൂദാസ് മക്കബേയൂസ് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്.
കിങ്കരന്മാർ, രാജദൂതന്മാർ ദൈവദൂഷണം പറഞ്ഞപ്പോൾ ദൈവമായ കർത്താവിൻ്റെ ദൂതൻ അവരെ സംഹരിച്ചു. സെന്നാകെരീബിൻ്റെ അഹന്തയെ ദൈവം ശിക്ഷിച്ചു. ഇതാ ഇപ്പോൾ ദൈവമായ കർത്താവിനെതിരെ ദൂഷണം പറയുന്ന, ദൈവമായ കർത്താവിൻ്റെ ആലയത്തിനെതിരെ ദൂഷണം പറഞ്ഞ് അതിനെതിരെ കൈ ഉയർത്തിയ, ഭീഷണി ഉയർത്തിയ മറ്റൊരു രാജദൂതൻ, സൈന്യാധിപൻ യുദ്ധത്തിന് കടന്നു വരുന്നു. ദൈവമായ കർത്താവെ, പണ്ട് സെന്നാകെരീബിനോടും അയാളുടെ കൂടെയുണ്ടായിരുന്ന സൈനികരോടും അവിടുന്ന് ഇടപെട്ടതുപോലെ ഈ യുദ്ധത്തിൽ അവിടുന്ന് തന്നെ കടന്നു വന്ന് ഇവരെ നേരിടണമേ എന്ന പ്രാർത്ഥനയാണ് യൂദാസ് മക്കബേയൂസ് നടത്തുന്നത്. ഏതായാലും ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം യുദ്ധം നടക്കുകയാണ്. യുദ്ധബലമനുസരിച്ച്, സൈന്യബലമനുസരിച്ച് ഞാൻ സൂചിപ്പിച്ചതുപോലെ മക്കബായരുടെ പരാജയം സുനിശ്ചിതമായിരുന്നു. പക്ഷേ യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നിക്കാനോർ എന്ന സൈന്യാധിപൻ, പടനായകൻ കൊല്ലപ്പെടുകയാണ്. പടനായകൻ കൊല്ലപ്പെട്ട്, സൈന്യാധിപൻ കൊല്ലപ്പെട്ട്, നേതൃത്വം കൊല്ലപ്പെട്ടപ്പോൾ വലിയ സൈന്യമായിരുന്നുവെങ്കിലും സൈന്യം ചിതറി ഓടുന്ന അവസ്ഥ ഉണ്ടായി. അതുകൊണ്ട് യുദ്ധത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ തന്നെ സൈന്യാധിപൻ കൊല്ലപ്പെടുന്ന ഒരു അവസരം, അത് ദൈവത്തിൻ്റെ ഇടപെടലിലൂടെ സംഭവിച്ചതാണ് എന്ന് മക്കബായരും കൂടെയുണ്ടായിരുന്നവരും വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധത്തിൻ്റെ വിജയം അസംഖ്യം വരുന്ന സെലൂസിഡ് സൈന്യനിരക്കെതിരെയുള്ള, അവരുടെ കൂടെ ഉണ്ടായിരുന്ന സിറിയൻ സൈന്യത്തിനെതിരെയുള്ള ഈ യുദ്ധവിജയം ദൈവാനുഗ്രഹത്തിൻ്റെ അടയാളമാണ്. ഇത് ഒരു അത്ഭുതമാണ്. അതുകൊണ്ടാണ് ഈ ദിവസത്തിന്, ഈ യുദ്ധം നടന്ന ആദാർ മാസത്തിൻ്റെ 13-ാം ദിവസം വളരെ പ്രാധാന്യമുള്ള ഒരു ദിനമായി മാറുന്നത്. സൈനിക നേതാവ്, സൈന്യാധിപൻ, സർവ്വസൈന്യാധിപൻ കൊല്ലപ്പെട്ട് സൈന്യം ചിതറിയോടി. യൂദാസ് മക്കബേയൂസിൻ്റെ നേതൃത്വത്തിലുള്ള കേവലം 3000 പേർ മാത്രമുള്ള ഒരു ചെറു സൈന്യം നിക്കാനോറിനെയും കൂടെ ഉണ്ടായിരുന്നവരെയും വധിച്ച് ഈ യുദ്ധത്തിൽ ആധികാരികമായ വിജയം നേടുന്ന സംഭവമാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ആദാർ മാസത്തിൻ്റെ 13-ാം ദിവസം ഒരു ഓർമ്മ ദിനമായി ആഘോഷിക്കപ്പെടുന്നു. ജനങ്ങൾ ആനന്ദ തുന്നിലിതരായി. അവരുടെ അത്താണിയായ ദേവാലയം സംരക്ഷിക്കപ്പെടുന്നു. അതിനെതിരെ വെല്ലുവിളി ഉയർത്തിയ നിക്കാനോർ ഇനി ഇല്ല. അങ്ങനെ കുറച്ചു കാലത്തേക്ക് ഇവിടെ യൂദയായിൽ സ്വസ്ഥത കൈവരുകയാണ്. വലിയ സൈന്യാധിപൻ തന്നെ മരണമടയുന്ന അവസ്ഥ സംജാതമായപ്പോൾ, സൈന്യത്തിലെ അനേകം പേർ കൊല്ലപ്പെട്ടപ്പോൾ സെലൂക്യർ താൽക്കാലികമായി ഇവിടെ നിന്ന് പിൻവാങ്ങുന്നു. അങ്ങനെ യൂദാദേശത്ത് കുറേ കാലത്തേക്ക് സ്വസ്ഥത കൈവന്നു. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഈ സ്വസ്ഥത എത്ര കാലത്തേക്കാണ്? ഇനിയും ഇവരുടെ സൈന്യം, സെലൂക്യ സൈന്യം, ഡെമിത്രിയൂസ് രാജാവിൻ്റെ സൈന്യം ഇവരെ ആക്രമിക്കാൻ വന്നേക്കാം. എത്ര കാലം ഒരു ചെറിയ പടയുമായി, ഒരു സൈന്യവുമായി ഇത്ര വലിയ ഒരു സാമ്രാജ്യത്തെ നേരിടാൻ സാധിക്കും? അതുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള സൈനിക സഖ്യങ്ങൾ തങ്ങൾക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ് എന്ന ബോധ്യം യൂദാസ് മക്കബേയൂസിനും മക്കബായർക്കുമുണ്ടായി. അങ്ങനെ അവർ തങ്ങളെ സംരക്ഷിക്കാൻ കൂടി സാധ്യതയുള്ള ഒരു സഖ്യകക്ഷിയെ കണ്ടെത്തുകയും ആ സഖ്യകക്ഷിയുമായി സമാധാന ഉടമ്പടിയിൽ ഏർപ്പെട്ടുകൊണ്ട് തന്നെ മുൻപോട്ട് പോകാൻ തീരുമാനിക്കുകയുമാണ്. ആ സഖ്യകക്ഷി മറ്റാരുമല്ല,
റോമാക്കാരാണ്. അങ്ങനെ മക്കബായരും റോമ സാമ്രാജ്യവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ തുടക്കത്തിൻ്റെ കഥ പറയുന്ന അടുത്ത അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. മക്കബായരുടെ പുസ്തകത്തിൻ്റെ 1-ാം പുസ്തകത്തിൻ്റെ 8-ാം അധ്യായത്തിൽ മക്കബായരും റോമ സാമ്രാജ്യവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. റോമ സാമ്രാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ റോമ സാമ്രാജ്യത്തിൻ്റെ ചരിത്രം വളരെ ഹ്രസ്വമായി ഞാൻ നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരാം. റോമൂസ്, റോമുളൂസ് എന്ന് പേരുകളുള്ള ഇരട്ട സഹോദരന്മാരാണ് റോമ സാമ്രാജ്യം സ്ഥാപിച്ചത് എന്ന് ഒരു ഐതിഹ്യമുണ്ട്. ഇവരെ ഒരു ചെന്നായ പാലൂട്ടി വളർത്തിയതാണ് എന്നും ഐതിഹ്യമുണ്ട്. അതുകൊണ്ടാണ് ഇന്നും റോമിലെ തെരുവീഥികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ചിലയിടങ്ങളിലൊക്കെ ഒരു ചെന്നായയുടെ രൂപവും ആ ചെന്നായയുടെ മുല കുടിക്കുന്ന 2 മനുഷ്യക്കുഞ്ഞുങ്ങളുടെ രൂപവുമൊക്കെ കാണാൻ ഇടവന്നിട്ടുണ്ട്. ആ 2 മനുഷ്യക്കുഞ്ഞുങ്ങൾ റോമൂസ്, റോമുളൂസ് എന്നു പേരുള്ള ഇരട്ട സഹോദരന്മാരാണ്. ഏതായാലും ഇതൊരു കഥയാണ്, ഇതൊരു ഐതിഹ്യമാണ്, ഇതിന് ചരിത്രപരതയില്ല. ഐതിഹ്യമനുസരിച്ച് റോമോസും റോമുളൂസും ഏതാണ്ട് BC 753 തന്നെ റോമിൻ്റെ സ്ഥാപനം നടത്തി എന്ന് വിശ്വസിക്കപ്പെടുന്നു. ആദ്യകാലത്ത് റോമ സാമ്രാജ്യം എന്നതൊരു സാമ്രാജ്യമായിരുന്നില്ല, ഒരു ചെറിയ നഗര രാഷ്ട്രമായിരുന്നു, ഒരു സിറ്റി സ്റ്റേറ്റ് ആയിരുന്നു ഈ റോമ എന്ന് പറയുന്നത്. പിന്നീട് ഏതാണ്ട് BC 509, 527 കാലഘട്ടത്തിൽ ഈ സിറ്റി സ്റ്റേറ്റിൽ, ഈ റോമിൽ ഉണ്ടായിരുന്ന രാജാധിപത്യം അവസാനിക്കുന്നു. അതിന് പകരം അതൊരു റിപ്പബ്ലിക്കായി രൂപാന്തരപ്പെടുകയാണ്. ഒരുപക്ഷേ ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു മാറ്റമാണത്. അക്കാലത്ത് എല്ലായിടങ്ങളിലും, ലോകത്തെല്ലായിടങ്ങളിലും തന്നെ രാജാധിപത്യമാണ് നിലനിന്നിരുന്നത്, രാജാക്കന്മാരാണ് ഭരിച്ചിരുന്നത്. പക്ഷെ ഇവിടെ രാജാധിപത്യത്തിൽ നിന്നും ഒരു റിപ്പബ്ലിക്കിലേക്കുള്ള ഒരു മാറ്റം റോമിൽ നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഈ കാലയളവിൽ, ഈ റിപ്പബ്ലിക്കിൻ്റെ കാലയളവിൽ റോമ എന്ന ഈ ചെറിയ നഗരരാഷ്ട്രം, സിറ്റി സ്റ്റേറ്റ്, ഇറ്റാലിയൻ പെനിൻസുല കീഴടക്കുന്നു, മെഡിറ്ററേനിയൻ പ്രദേശങ്ങൾ കീഴടക്കുന്നു. അങ്ങനെ അവർ ഇവരുടെ രാജ്യത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിക്കുന്നത് ഏതാണ്ട് ഇക്കാലത്താണ്. അങ്ങനെ ഇക്കാലത്ത് രാജഭരണത്തിന് പകരമായിട്ട് വർഷം തോറും തിരഞ്ഞെടുക്കപ്പെടുന്ന 2 മജിസ്ട്രേറ്റുമാരുടെ ഭരണം നടക്കുന്നു. പിന്നീട് BC 275 മുതൽ ഉള്ള കാലത്ത് ഗ്രീക്ക് ഭരണകർത്താക്കളെപ്പോലും, അക്കാലത്ത് പ്രബലമായിരുന്ന യവന സാമ്രാജ്യത്തെപ്പോലും വെല്ലുവിളിക്കാനും എതിർക്കാനും ശക്തിയുള്ള ഒരു സാമ്രാജ്യ ശക്തിയായി ക്രമേണ ഈ റോമ എന്ന നഗരരാഷ്ട്രം വലുതാവുകയും അത് ഒരു സാമ്രാജ്യവുമായി മാറുകയും ചെയ്യുകയാണ്. അതുകൊണ്ടാണ് റോമ എന്ന സാമ്രാജ്യത്തിൻ്റെ ഉദയം സംഭവിക്കുന്ന ഈ കാലത്ത് യവന സാമ്രാജ്യവുമായുള്ള ബന്ധത്തിൽ നിന്ന് തിക്താനുഭവങ്ങൾ നിരന്തരം അനുഭവിക്കേണ്ടി വന്ന യൂദാസ് മക്കബേയൂസും കൂട്ടരും ഈ പുതിയ രാഷ്ട്രീയ ശക്തിയോട്, ഈ പുതിയ സാമ്രാജ്യ ശക്തിയോട് സന്ധി ചെയ്യാനും ഒരു ഉടമ്പടിയിൽ ഏർപ്പെടാനും തീരുമാനിക്കുന്നത്. ഈ അധ്യായത്തിൻ്റെ ഉള്ളടക്കം നമുക്ക് ഒന്ന് പരിശോധിക്കാം. കേവലം 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഈ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ഒന്ന്, മക്കബായർ 8-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങളിൽ റോമാക്കാരുടെ കീർത്തിയും മഹത്വവും വർണ്ണിക്കുന്നതും വിവരിക്കുന്നതുമാണ് നമ്മൾ കാണുന്നത്. മക്കബായരുടെ 8-ാം അധ്യായത്തിൻ്റെ 17, 21 തിരുവചനങ്ങളിൽ മക്കബായരുടെ ഒരു പ്രതിനിധി സംഘം റോമയിലേക്ക് യാത്രയാവുന്നതിൻ്റെ വിവരണം നൽകിയിട്ടുണ്ട്. 8-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 32 വരെയുള്ള തിരുവചനങ്ങളിൽ മക്കബായരും റോമാക്കാരും ഒരു ഉടമ്പടി ബന്ധം
സ്ഥാപിക്കുന്നത്, ഒരു ഉടമ്പടി ഉണ്ടാക്കുന്നത് നമ്മൾ കാണുന്നു. ഈ 3 കാര്യങ്ങളാണ് ഈ അധ്യായത്തിൻ്റെ പ്രധാന പ്രതിപാദ്യ വിഷയങ്ങളായിട്ട് ഉള്ളത്. അതിൽ ഒന്നാമത്തേത് നമുക്ക് പരിശോധിക്കാം. റോമാക്കാരുടെ കീർത്തിയെക്കുറിച്ചും മഹത്വത്തെക്കുറിച്ചും മക്കബായ ഗ്രന്ഥകാരൻ എപ്രകാരമാണ് വിവരിച്ചിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. വളരെ ദീർഘമായ ഒരു വചന ഭാഗമാണിത്. അതിനാൽ സാധിക്കുമെങ്കിൽ നിങ്ങൾ എന്നോടൊപ്പം തന്നെ ഈ വചനഭാഗം ഒന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് തന്നെ വായിക്കുന്നത് നന്നായിരിക്കും. 1 മക്കബായർ 8:1 മുതൽ 16 വരെ. റോമാക്കാരുടെ കീർത്തിയെപ്പറ്റി യൂദാസ് കേട്ടു. അവർ പ്രബലരും തങ്ങളോട് സഖ്യം ചേരുന്നവർക്ക് ഗുണകാംക്ഷികളും തങ്ങളെ സമീപിക്കുന്നവർക്ക് സൗഹൃദം നൽകുന്നവരുമാണ്. അവർ നടത്തിയ യുദ്ധങ്ങളെക്കുറിച്ചും ഗലാത്യർക്കിടയിൽ ചെയ്ത വീരകൃത്യങ്ങളെക്കുറിച്ചും ഗലാത്യരെ പരാജിതരാക്കി കപ്പം ഈടാക്കിയതിനെക്കുറിച്ചും ആളുകൾ അവനോട് പറഞ്ഞു. സ്പെയിൻ ദേശത്തെ വെള്ളിയും സ്വർണ്ണഖനികളും കൈവശപ്പെടുത്താൻ അവർ അവിടെ എന്തു ചെയ്തെന്നും സ്ഥലം വിദൂരത്തായിരുന്നിട്ടും തങ്ങളുടെ ക്ഷമാപൂർവമായ ആസൂത്രണങ്ങൾ വഴി അവർ ആ പ്രദേശം മുഴുവൻ എങ്ങനെ കീഴ്പ്പെടുത്തിയെന്നും അവൻ അറിഞ്ഞു. ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് തങ്ങൾക്കെതിരെ വന്ന രാജാക്കന്മാരെ കീഴടക്കുകയും വൻപിച്ച നാശങ്ങൾ വരുത്തുകയും ചെയ്തുവെന്നും ശേഷിച്ചവർ ആണ്ടുതോറും അവർക്ക് കപ്പം കൊടുത്തിരുന്നുവെന്നും അവൻ കേട്ടു. ഫിലിപ്പിനെയും മക്കദോനിയരുടെ രാജാവായിരുന്ന പെർസയൂസിനെയും തങ്ങളെ എതിർത്ത മറ്റുള്ളവരെയും അവർ യുദ്ധം ചെയ്ത് പരാജിതരാക്കി. 120 ആനകളും കുതിരകൾ, രഥങ്ങൾ, വമ്പിച്ച ഒരു കാലാൾപ്പട എന്നിവയുമായി തങ്ങളെ ആക്രമിക്കാൻ വന്ന ഏഷ്യ രാജാവ് മഹാനായ അന്ത്യോക്കസിനെയും അവർ നിശേഷം തോൽപ്പിച്ചു. അവനെ അവർ ജീവനോടെ പിടിച്ചു. അവനും അവന് ശേഷം വരുന്ന ഭരണാധിപന്മാരും കപ്പമായി ഒരു വലിയ തുകയും ആൾജാമ്യവും നൽകണമെന്നും അവരുടെ പ്രവിശ്യകളിൽ മേൽത്തരമായ ഇന്ത്യ, മേദിയ, ലിദിയ എന്നീ രാജ്യങ്ങൾ വിട്ടുകൊടുക്കണമെന്നും റോമാക്കാർ ആവശ്യപ്പെട്ടു. ഈ ദേശങ്ങൾ അവർ യുമെനസ് രാജാവിന് കൈമാറി. ഗ്രീക്കുകാർ അവരെ നശിപ്പിക്കാൻ ആലോചിച്ചിരുന്നു. എന്നാൽ അതറിഞ്ഞ് അവർ ഒരു സൈന്യാധിപനെ അയച്ച് ഗ്രീക്കുകാരെ ആക്രമിച്ചു. ഗ്രീക്കുകാരിൽ വളരെ പേർ മുറിവേറ്റു വീണു. അവരുടെ ഭാര്യമാരെയും കുട്ടികളെയും റോമാക്കാർ തടവുകാരാക്കി. അവരെ കൊള്ളയടിക്കുകയും ദേശം അധീനമാക്കുകയും കോട്ടകൾ തകർക്കുകയും ചെയ്തു. ഇന്നോളം അവരെ അടിമകളാക്കി വച്ചിരിക്കുന്നു. തങ്ങളെ എതിർത്ത എല്ലാ രാജ്യങ്ങളും ദ്വീപുകളും നശിപ്പിച്ച് അടിമത്തത്തിലാക്കി. അതിനാൽ സുഹൃത്തുക്കളോടും ആശ്രിതരോടും അവർ മൈത്രി പുലർത്തിപ്പോന്നു. വിദൂരസ്ഥരും സമീപസ്ഥരുമായ രാജാക്കന്മാരെ അവർ കീഴ്പ്പെടുത്തി. അവരുടെ പ്രതാപത്തെക്കുറിച്ച് കേട്ടവരെല്ലാം അവരെ ഭയന്നിരുന്നു. തങ്ങൾ ഇച്ഛിക്കുന്നവരെ അവർ തുണച്ച് രാജാക്കന്മാരാക്കുന്നു. യഥേഷ്ടം നാടുവാഴികളെ സ്ഥാനഭ്രഷ്ടരാക്കുന്നു. അങ്ങനെ അവരുടെ ഔന്നത്യം പ്രകീർത്തിക്കപ്പെടുന്നു. എന്നിരിക്കലും അവരിലൊരുവനും പ്രതാപം കാണിക്കാൻ കിരീടം ധരിക്കുകയോ ചെങ്കുപ്പായം അണിയുകയോ ചെയ്തിരുന്നില്ല. അവർ തങ്ങൾക്കായി ഒരു ആലോചനാ സംഘത്തിന് രൂപം കൊടുത്തു. ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ഭരണം നൽകാൻ 320 പ്രമാണികൾ ദിനം പ്രതി മുടക്കമില്ലാതെ കാര്യവിചാരണ നടത്തുന്നു. തങ്ങളെ ഭരിക്കാനും ദേശം മുഴുവൻ നിയന്ത്രിക്കാനും വർഷം തോറും അവർ ഒരാളെ ചുമതലപ്പെടുത്തുന്നു. അവൻ്റെ നിർദ്ദേശങ്ങൾ അവർ പാലിക്കുന്നു. അവരുടെ ഇടയിൽ പകയോ അസൂയയോ ഇല്ല. മക്കബായരുടെ പുസ്തകത്തിൻ്റെ 8-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള തിരുവചന ഭാഗത്ത് യൂദാസ് മക്കബേയൂസ് എന്ന സൈനിക കമാൻഡറുടെ, മേധാവിയുടെ രാഷ്ട്രീയ ചാതുര്യം വെളിവാക്കുകയാണ്. മധ്യധരണ്യാഴിയിൽ, മെഡിറ്ററേനിയൻ
പ്രദേശത്ത് മാറിക്കൊണ്ടിരുന്ന രാഷ്ട്രീയ ഭൂപ്രകൃതിയെ തിരിച്ചറിയാൻ ഉയർന്നു വരുന്ന ഒരു സാമ്രാജ്യ ശക്തിയുടെ ശക്തി തിരിച്ചറിയാൻ ഉള്ള രാഷ്ട്രീയ തന്ത്രജ്ഞത യൂദാസ് മക്കബൂസ് എന്ന മക്കബായരുടെ നേതാവിന് ഉണ്ടായിരുന്നു. ഈ വചനഭാഗം നമ്മൾ വായിക്കുമ്പോൾ റോമക്കാരുടെ പ്രവർത്തനങ്ങളെ, അധിനിവേശങ്ങളെ, യുദ്ധങ്ങളെ വാനോളം പുകഴ്ത്തുന്ന ഒരു ഭാഗമായിട്ട് നമുക്ക് ഇത് മനസ്സിലാവും. എന്തുകൊണ്ടായിരിക്കാം മക്കബായ ഗ്രന്ഥകാരൻ ഇത്രയധികം റോമക്കാരെ പുകഴ്ത്തുന്നത്? ഒറ്റവാക്കിൽ ഉത്തരം പറയാൻ സാധിക്കും. ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന നിലയിലാണ് റോമക്കാരെക്കുറിച്ച് ഇത്രയധികം പറയുന്നത്. കാരണം ഇക്കാലത്ത് മക്കബായരെ വേട്ടയാടിയിരുന്നത് യവന സാമ്രാജ്യമാണ്. യവന സാമ്രാജ്യത്തിന് എതിരെ നിൽക്കുന്ന ശത്രു എന്ന നിലയിൽ റോമ സാമ്രാജ്യം വളരെ മഹത്തരമാണ് എന്ന് ഇവർ മനസ്സിലാക്കുകയാണ്. എന്താണ് ഈ റോമ സാമ്രാജ്യത്തിൻ്റെ പ്രത്യേകത എന്ന് ഈ വചനഭാഗത്ത് വളരെ അധികം വിശദീകരിക്കുന്നുണ്ട്. അക്കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യാം.